Hello my dear students, welcome back to my channel Ncert Malayalam. Ncert class 8 science chapter 10 reaching the age of adolescence in part 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Already we have uploaded part 1 and part 2 video. So നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഈ അഡോളസെന്റ് ഏജിൽ വരുന്ന മാറ്റങ്ങൾ ചേഞ്ചസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി പഹേലിയുടെ പൂജയുടെ ഒരു ഡൗട്ടാണ്, അതായത് നമ്മുടെ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് ഇത് ലൈഫ് ലോങ് ആണോ അതോ ഇതൊരു സമയമാകുമ്പോൾ നിൽക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ഫേസ് ലൈഫ് ഇൻ ഹ്യൂമൻസ്. Adolescents become capable of reproduction when their testes and ovaries begin to produce gametes. The capacity for maturation and production of gametes lasts for a much longer time in males than in females. സോ അഡോളസെൻസിന് റീപ്രൊഡക്റ്റീവ് ഏജ് ആവുന്ന അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടത്താനൊരു കാപ്പബിലിറ്റി വരുന്നത് അവിടെ ടെസ്റ്റീസും ഓവറീസും ഒക്കെ അതിൻ്റെ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ്, ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഈ പറയുന്ന മെച്ചുറേഷനും പ്രൊഡക്ഷൻ ഓഫ് ഗാമീറ്റ്സ് ഒക്കെ കൂടുതലും ഉള്ളത് മെയിലിനകത്താണ്, അല്ലെങ്കിൽ ലോങ്ങർ ടൈം ഉള്ളത് മെയിലിനകത്താണ് കമ്പയറിംഗ് ടു ഫീമെയിൽസ്. In females, the reproductive phase life begins at puberty, that is 10 to 12 years, and generally lasts till the age of approximately 45 to 50 years. സോ ഫീമെയിൽസിലാവട്ടെ ഈ റീപ്രൊഡക്റ്റീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പെൺകുട്ടിക്ക് 10-12 വയസ്സ് തുടങ്ങിയിട്ട് അത് 45-50 വയസ്സ് വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഏജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ദ ഓവർ ബിഗിൻ ടു മെച്യൂർ വിത്തിൻ ദ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി. വൺ ഓവർ മെച്യൂർസ് ആൻഡ് റിലീസ്ഡ് ബൈ വൺ ഓഫ് ദ ഓവറീസ് once in 28 to 30 days. സോ നമ്മുടെ ഓവർ മെച്യൂർ ചെയ്യുന്നത് ഈ പറയുന്ന ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടിയിലാണ്, പ്യൂബർട്ടിയുടെ തുടക്കത്തിലാണ്. ഈ ഓവം എന്ത് ചെയ്തു, മെച്യൂർ ചെയ്ത് കണ്ട് റിലീസ് ചെയ്യുന്നത് എല്ലാ മാസവും ഓരോ ഓവറീസ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇത് റിലീസ് ചെയ്യുക. During the period, the wall of the uterus becomes thick and so as to receive the egg. In case of it is fertilized and begins to develop. This results in pregnancy. സോ നമ്മുടെ ഈ ഒരു പീരീഡിലാണ് യൂട്രസിൻ്റെ വോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് തിക്കായിട്ട് അത് എഗ്ഗിനെ റിസീവ് ചെയ്യാൻ തക്ക രീതിയിൽ കപ്പബിൾ ആയിരിക്കും. പക്ഷെ ഇത് ഫെർട്ടിലൈസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ട് പ്രഗ്നൻസി ആയിട്ട് മാറുക, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുകയാണ് ചെയ്യുക. If the fertilization does not occur, the released egg and the thickened lining of the uterus along with the blood vessels are shed off. Suppose നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ ഈ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഈ എഗ്ഗും അതുപോലെ തന്നെ നമ്മൾ ഈ യൂട്രസ് കേപ്പബിൾ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ യൂട്രസിൻ്റെ തിക്ക് വോളൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ ബ്ലഡ് വെസൽസും കൂടിയിട്ട് ഷെഡ് ഓഫ് ആവും. അങ്ങനെയാണ് ഒരു ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും ഹ്യൂമൻസിൽ. അതിന് നമുക്ക് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയുന്ന അതാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ പറയുന്ന യൂട്രസിൻ്റെ വോളും അതുപോലെ തന്നെ നമ്മുടെ റിലീസ്ഡ് ആയ എഗ്ഗും കൂടെ ബ്ലഡ് വെസൽസും ആയിട്ട് ഷെഡ് ഓഫ് ചെയ്യും. അതിനെ നമുക്ക് മെൻസ്ട്രേഷൻ എന്ന് വിളിക്കാം. So menstruation occurs once in about 28 to 30 days. The first menstrual flow begins at the puberty and it is called menarche. And at 45 to 50 years of age, the menstrual cycle stops. The stoppage of menstruation is named as menopause. സോ നമ്മുടെ മെൻസ്ട്രേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ മെൻസ്ട്രേഷൻ ഏകദേശം 28 to 30 ഡേയ്സ് ഗ്യാപ്പിലാണ് പിന്നെ അടുത്ത മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ നമ്മുടെ പ്യൂബർട്ടിയുടെ സമയത്ത് ഈ മെൻസ്ട്രേഷൻ തുടങ്ങുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം, മെനാർക്കി എന്ന് വിളിക്കാം. ഓൾമോസ്റ്റ് ഒരു 45-50 ഏജ് ആകുമ്പോൾ ഈ മെൻസ്ട്രേഷൻ സൈക്കിൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അതിന് നമുക്ക് മെനോപോസ് എന്ന് വിളിക്കാം. Initially, the menstrual cycle may be irregular. It takes some time to become regular. സോ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഇത് ഇറഗുലർ ആയിരിക്കും, പക്ഷെ കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ അത് റെഗുലർ ആയിട്ട് മാറും. സോ പഹലിയുടെ ഡൗട്ടാണ്. പഹലി സേസ് ദാറ്റ് ദ റീപ്രൊഡക്റ്റീവ് ലൈഫ് ഓഫ് എ വുമൻ ലാസ്റ്റ് ഫ്രം ദി മെനാർക്കെ ടു മെനോപോസ്. ഇസ് ഷി റൈറ്റ്? സോ പഹലി പറയാണ് മെനാർക്കെ ടു മെനോപോസ് ആണ് ഒരു വുമൻ്റെ ഒരു അവരുടെ റീപ്രൊഡക്റ്റീവ് ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു സമയത്തിലാണ് എന്നുള്ളത് കറക്റ്റ് ആണോ? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് കറക്റ്റ് അല്ലേ. മെനാർക്കെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെൻസ്ട്രേഷൻ അറ്റ് പ്യൂബർട്ടിയും മെനോപോസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മെനോപോസ് എന്ന് പറയുമ്പോൾ ഇത് അതായത് സ്റ്റോപ്പേജ് ഓഫ് മെൻസ്ട്രേഷനെ വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈമാണ് റീപ്രൊഡക്റ്റീവ് പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പഹയുടെ ഡൗട്ട് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. So menstruation cycle is controlled by hormones. The cycle includes the maturation of egg, its release, thickening of the uterine wall, and the breakdown if the pregnancy does not occur. So menstruation എന്ന് പറയുന്നത് ഹോർമോൺസ് കൺട്രോൾഡ് ആണ്. ഈ നമ്മൾ സൈക്കിൾ ഓൾറെഡി പറഞ്ഞു. എഗ് മെച്ചുവർ ആവുന്നു, അത് റിലീസ് ആവുന്നു, യൂട്രസിൻ്റെ വോൾ തിക്കൻ ആവുന്നു, അത് ബ്രേക്ക് ഡൗൺ ആവുന്നു പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ. ഇനി
In case the egg is fertilized, it begins to divide and then gets embedded in the uterus for further development. So, ഇനി ഒരു പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ എഗ് എന്ത് ചെയ്യുന്ന വെച്ചാൽ യൂട്രസിൻ്റെ വോളിൽ പോയിട്ട് എംബഡഡ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് പിന്നെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ബേബി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു, അല്ലെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. പിന്നെ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗ്യാമേറ്റ് ഫ്യൂസായി ഫെർട്ടിലൈസേഷൻ നടന്നു, പിന്നെ അത് സൈഗോട്ടായി മാറി, സൈഗോട്ട് പിന്നെ എംബ്രിയോ ആയി, പിന്നെ അത് ബേബിക്ക് ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നു. So next is the question actually, how is the sex of a baby determined? ഇപ്പോൾ നമ്മൾ ഈ യൂട്രസിന് വോളിൽ എംബഡഡ് ആയിട്ടുള്ളത് വരെ പഠിച്ചു. ഇനി ബേബി ഡെലിവറി ആവുകയാണെങ്കിൽ ആ ബേബിയുടെ സെക്സ് എന്തായിരിക്കും, അത് ഫീമെയിൽ ആയിരിക്കും മെയിൽ ആയിരിക്കും എന്നൊക്കെ ഉള്ളതാണ് ക്വസ്റ്റ്യൻ. So I heard my mother and aunt talking about my cousin who is going to have a baby. They were discussing whether she would give birth to a boy or a girl. What makes the fertilized egg develop either into a baby or a girl? സോ പഹിലയുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ അവളുടെ അമ്മയും ആൻറ്റിയും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കസിൻ്റെ ഒരു ഡെലിവറിയെ പറ്റിയിട്ട്. അപ്പോൾ അത് ഒരു പെൺകുട്ടിയായിരിക്കും ആൺകുട്ടിയായിരിക്കും എന്നൊക്കെ ഉള്ള ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവളിങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഒരു എഗ്ഗ് അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്തൊരു എഗ്ഗ് എങ്ങനെയാണ് ഒരു ബോയ് അല്ലെങ്കിൽ ഗേളായി മാറുക എന്നുള്ളത്. സോ അതാണ് സെക്സ് ഡിറ്റർമിനേഷൻ. സോ ബോയ് ഓർ എ ഗേൾ. Inside the fertilized egg or zygote is the instruction for determining the sex of the baby. This instruction is present in the thread-like structures called chromosomes in the fertilized egg. So, നമ്മുടെ എഗ്ഗ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് എന്തായെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ സൈഗോട്ടായി മാറി. ഈ സൈഗോട്ടിനകത്ത് എന്തുണ്ട്, ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് ക്രോമസോംസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ക്രോമസോംസ് ആണ് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള സെൽസും എന്തൊക്കെയാണെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. All human beings have 23 pair of chromosomes. Out of these are 2 are sex chromosome. സോ നമുക്ക് 23 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട്, പക്ഷെ അതിനകത്തുള്ള ഒരു പെയർ എന്ന് പറയുന്നത് സെക്സ് ക്രോമസോംസ് ആണ്. ആൻഡ് that is X and Y. അതാണ് X and Y ആണ് സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. എ ഫീമെയിൽ ഹാസ് 2 X chromosomes while the male has 1 X and 1 Y chromosome. സോ ഒരു മെയിലിന് പറയുന്നത് 2 X ഒരു മെയിലിനകത്ത് ഒരു X ക്രോമസോമും ഒരു Y ക്രോമസോമും ഉണ്ട്, ഒരു ഫീമെയിലിനകത്തായിട്ട് 2 X ക്രോമസോംസ് ഉണ്ട്. സോ അതാണ് ക്രോമസോംസിനെ പറ്റിയുള്ളത്. The gametes have only one set of chromosomes. The unfertilized egg only has an X chromosome, but the sperms are 2 kinds. One is a X chromosome and other is a Y chromosome. സോ നമ്മൾ പറയുന്നത് വെച്ചാൽ ഗമീറ്റ്സിന് ആകെ ഒരു സെറ്റ് ഓഫ് ക്രോമസോമേ ഉള്ളൂ. അപ്പോൾ ഈ ഫെർട്ടിലൈസ് ആവാത്ത എഗ്ഗിന് എന്തായിരിക്കും എപ്പോഴും ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. കാരണം ഫെർട്ടിലൈസ്ഡ് ആവാത്ത എഗ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ എഗ്ഗാണല്ലോ, അതിന് ആകെ ഒരു എക്സ് ക്രോമസോമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ സ്പേമിന് എന്തായി വരാം, ഒന്നുകിൽ എക്സ് ആയിട്ടുള്ള ക്രോമസോം ആയിരിക്കും, ചിലതിന് വൈ ആയിട്ടുള്ള ക്രോമസോം ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന എക്സ് ക്രോമസോം നമ്മുടെ എഗ്ഗിനായിട്ട് ഫെർട്ടിലൈസ് ആവുകയാണെങ്കിൽ അത് ഫീമെയിൽ ബേബിക്ക് ജന്മം കൊടുക്കുന്നു. വൈ ക്രോമസോം ഒരു എഗ്ഗിനായിട്ട് ഫെർട്ടിലൈസ് ആവുകയാണെങ്കിൽ അത് ഒരു മെയിൽ ചൈൽഡിന് ബോയ് ചൈൽഡിന് ജന്മം കൊടുക്കുന്നു. സോ ഇതാണ് വെൻ എ സ്പേം കണ്ടെയ്നിങ് എക്സ് ക്രോമസോം ഫെർട്ടിലൈസേഴ്സ് ദി എഗ്, ദ സൈഗോട്ട് വുഡ് ഹാവ് എ 2 X ക്രോമസോം ആൻഡ് ഡെവലപ്പ് ഇൻ ടു എ ഫീമെയിൽ ചൈൽഡ്. നമ്മൾ പറഞ്ഞു എന്ത് വന്നാലും നമ്മുടെ ഫീമെയിൽ എഗ്ഗിന് എക്സ് ക്രോമസോമാണ് അതിൻ്റെ ക്രോമസോം പ്ലോയിഡിറ്റി. അപ്പോൾ ഈ പറയുന്ന ഫീമെയിൽ എഗ്ഗിലേക്ക് ഒരു എക്സ് ക്രോമോസോം ആയിട്ടുള്ള സ്പേം വരികയാണെങ്കിൽ ഒരു ഫീമെയിൽ ചൈൽഡിന് ജന്മം കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു വൈ ക്രോമോസോം ആണ് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ആവുന്നതെന്ന് വെച്ചാൽ അതൊരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഗേൾ ചൈൽഡിനാണ് ജന്മം കൊടുക്കുന്നത്. സോ ഇങ്ങനെയാണ് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഗേൾ അല്ലെങ്കിൽ ഫീമെയിൽ ചൈൽഡ് ഉണ്ടാവുന്നത്. So if the sperm contributes a Y chromosome to the egg at fertilization, the zygote would develop into a male child. അപ്പോൾ now you know that the sex chromosomes of the father determines the sex of the unborn baby. So ഫാദറിൻ്റെ സെക്സ് ആണ് നമ്മുടെ അൺബോൺ ബേബിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫാദറിൻ്റെ സ്പേം എക്സ് ആണെങ്കിൽ ബേബി ഫീമെയിൽ ആയിരിക്കും, ഫാദറിൻ്റെ സ്പേം വൈ ആണെങ്കിൽ ബേബി മെയിൽ ആയിരിക്കും. So the belief that the mother is responsible for the sex of her baby is completely wrong, and to blame her for this is totally unjustified. സോ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ ജനിക്കുന്നത് ഭയങ്കര ഒരു കുറ്റമായിട്ട് കണ്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് അറിയുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ പെൺകുട്ടി ജനിക്കാൻ കാരണം അമ്മയാണ്, അമ്മയെ എന്നിട്ട് ഒരുപാട് പേര് ബ്ലെയിം ചെയ്യും. ഇത് ശരിക്കും ജസ്റ്റിസ് അല്ല, ഇത് നീതിയുള്ള കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഒരു സെക്സ് ഓഫ് ദ ബേബി ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ ഫാദറിൻ്റെ സ്പേമിൻ്റെ പ്ലോയിഡിറ്റി അനുസരിച്ചാണ്. അത് എക്സ് ആവാം, അത് വൈ ആവാം, അതനുസരിച്ചാണ്. എപ്പോഴും ഒരു ഫീമെയിൽ എഗ് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലോയിഡിറ്റി എക്സ് ക്രോമസോം ആണ്.
സോ ഈ പണ്ട് കാലത്ത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ശരിക്കും നിയമവിരുദ്ധമാണ്. ശരിക്കും അങ്ങനെയല്ല. ഒരു മെയിൽ ഫാദറാണ് ആ ബേബിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി യു ഗോട്ട് ഇറ്റ്. ഓക്കെ. So hormones other than sex hormones ആണ്. So look at the figure 10.3 again. The hormone secreted by the pituitary gland stimulates the testes and ovaries to produce their hormones. നമ്മൾ പറഞ്ഞു pituitary gland ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺസ് ആണ് നമ്മുടെ ഓവറിനെയും അതുപോലെ തന്നെ ടെസ്റ്റിസിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവരുടെ ഹോർമോൺസ് ആയിട്ട് ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. So you have learned that the pituitary gland is an endocrine gland. It is attached to the brain. So pituitary gland എന്ന് പറയുന്നത് ഒരു endocrine gland ആണ്. അത് ബ്രെയിനായിട്ട് അറ്റാച്ച്ഡ് ആണ്. So apart from the pituitary gland, the testes and ovaries, there are other endocrine glands in the body such as thyroid, pancreas and adrenals. So വേറെയും endocrine glands ഉണ്ട്. ഈ പറയുന്ന thyroid ഉണ്ട്, pancreas ഉണ്ട്, adrenals ഒക്കെ ഉണ്ട്. So Bujo and Paheli once visited their aunt who was a doctor and remembered that the boy named Kaka had a big and bulging throat. Their aunt has told them that the Kaka was suffering from goiter, a disease of the thyroid gland. Kaka's thyroid gland was not producing the hormone thyroxine. So ഇത് മാത്രമല്ല, നമ്മുടെ ടെസ്റ്റീസും ഓവറീസും മാത്രമല്ല ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ്, വേറെയും പാൻക്രിയാസ് ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, അഡ്രീനൽസ്, അങ്ങനെ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ഫിഗർ 10.5 കൊടുക്കുന്നതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ പിക്ചറാണ്. സോ പഹേലിയും പൂജയുടെ അവരുടെ ഒരു ആൻറ്റി, അവരുടെ ഡോക്ടറാണ്. അപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, കാക്ക എന്ന് പറയുന്ന ഒരാൾ. അയാൾക്ക് വരുമ്പോൾ ഗോയിറ്ററാണ്, കാരണം ഒരു ബൾജിങ് ത്രോട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത്, ഗോയിറ്റർ എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഡിസീസാണ്. ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഡിസീസ് എന്ന് വെച്ചാൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നില്ല, തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. Their aunt also told that their uncle was suffering from diabetes because the pancreas was not producing the hormone insulin in sufficient in quantities. So നമ്മുടെ അവരുടെ ഒരു അങ്കിള് ഡയബറ്റിക് ആണെന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പാൻക്രിയാസ് എന്ന് പറയുന്ന മഷി എന്ന് പറയുന്ന ഒരു ഓർഗന് അതിൻ്റെ ഹോർമോൺ ആയിട്ടുള്ള ഇൻസുലിൻ എന്ത് ചെയ്യുന്നില്ല, അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. Bujo and Baheli then asked their aunt about the adrenal glands, which is shown in the dark chart hung in the wall of their clinic. The aunt told them that the adrenal glands secrete hormones which maintain the correct balance in the blood, salt balance in the blood. The adrenals also produce the hormone adrenaline. സോ വേറെയും ഒരു ഓർഗനാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്തുള്ള സോൾട്ടിനെ ബാലൻസ് ചെയ്യുന്നൊരു ഗ്ലാൻഡാണ് ബ്ലഡിനകത്ത്. അപ്പോൾ ഈ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണിനെയാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ helps the bodies to adjust the stress when one is very angry, embarrassed or worried. So നമ്മുടെ സ്ട്രെസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പറയുന്ന ഈ അഡ്രിനൽ ഗ്ലാൻഡിലെ അഡ്രിനാലിൻ എന്ന ഹോർമോണാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇനി ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കര എംബറാസ്മെൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര നാണക്കേട് അല്ലെങ്കിൽ ഭയങ്കര വറീഡൊക്കെ ആവുകയാണെങ്കിൽ ഈ അഡ്രിനാലിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So the thyroid and adrenal secrete their hormones when they receive orders from the pituitary through its hormones. Pituitary also secrete growth hormone. സോ തൈറോയ്ഡ് അഡ്രിനൽ ഗ്ലാൻഡ്സ് ഒക്കെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന ഓർഡർ വഴിയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക, ഈ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിറ്റ്യൂട്ടറിൻ്റെ വേറൊരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. അതാണ് നമ്മളെ ഒരു നോർമൽ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. ദീസ് ഹോർമോൺസ് ആർ അതർ ആനിമൽസ് ഓൾസോ ഹാവ് എനി റോൾ ടു പ്ലേ ഇൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ വേറെ ആനിമൽസിലും ഈ പറയുന്ന ഹോർമോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അവർക്ക് ഈ റീപ്രൊഡക്ഷനിൽ ഇത് അത്യാവശ്യമാണോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പൂജയുടെ ക്വസ്റ്റ്യന്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ആൻസറുമായിട്ട് വരാം. ഇപ്പോൾ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. പിന്നെ പിറ്റ്യൂട്ടറി വേറൊരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. സോ ഇത്രയും ഹോർമോൺസ് കാര്യങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആണ്. ഭാവിയിൽ നമ്മൾ ഇനി 12th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റേഴ്സിലൊക്കെ ഇതിൻ്റെ മച്ച് മോർ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള 10th സ്റ്റാൻഡേർഡിലും 12th സ്റ്റാൻഡേർഡിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഹോർമോൺസിനെ പറ്റിയും എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ പറ്റി പഠിക്കുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. താങ്ക് യു എവരി വൺ. ടേക്ക് കെയർ. ബൈ ബൈ.